അവൾക്ക് ഈ മധുരം ഭയങ്കര ഇഷ്ടമാ. മകൾക്ക് ഒരുപാട് മധുരം കൊടുക്കാതിരിക്കുന്നതാ നല്ലത്. ഓ, ഷുഗർ വരുമത് പേടിച്ചിട്ടായിരിക്കും. ഷുഗർ മാത്രമല്ല, മധുരവും അമിതവാത്സല്യവും ഒരുപോലെയാ. കുറച്ചു കഴിയുമ്പോൾ രോഗിയാക്കും. അല്ല, മരുമോൻ എന്താ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? ഒരു ചിരി പോലും ഇല്ലല്ലോ മുഖത്ത്. ഒരുമാതിരി ശത്രുവിനെ നോക്കുമ്പോലൊരു നോട്ടവും. ആ, ഞാൻ ശത്രുപക്ഷത്താണല്ലോ അല്ലേ? മരുമോൻ പ്രതിഭാഗം വക്കീലും. കള്ളക്കേസിൽ കുടിക്കുക ഒരു പാവം മനുഷ്യന് ജയിലിലിട്ടപ്പോ തൃപ്തിയായല്ലോ അല്ലേ? എന്റെ പൊന്നു മരുമോനെ, ഇങ്ങനെയൊക്കെ പറയുന്നത് വലിയ കഷ്ടമാണ് കേട്ടോ. വേണമെങ്കിൽ ഞാൻ ഷർട്ട് ഊരി കാണിക്കാം. എന്റെ മുതുകത്തും കഴുത്തിന് പിന്നിലൊക്കെ കിടക്കുന്ന ചതഞ്ഞ പാടുകൾ കണ്ടാലേ നിങ്ങൾ സഹിക്കില്ല. ഒന്നുമില്ലെങ്കിൽ ഇത്ര പ്രായമുള്ള ഒരാളല്ലേ ഞാൻ. ആ പരിഗണന എനിക്ക് തന്നോ? കേട്ടോ പട്ടാളം സാറേ, ഒറ്റയ്ക്ക് ഒരു മുറിയിൽ താമസിക്കുന്ന ആളല്ലേ ഞാൻ. അവിടെ കിടന്ന് ഞാൻ ചത്തുപോയിരുന്നെങ്കിലോ? ഒരു തുള്ളി വെള്ളം എടുത്തു തരാനെങ്കിലും ആരെങ്കിലും ഉണ്ടോ? അപ്പോ ഒരു പോലീസുകാരനായി എനിക്ക് നിയമപരമായി നീങ്ങാനല്ലേ പറ്റൂ. മരുമോനും അച്ഛനും അളിയനും ഒക്കെ കേൾക്കണം. ആ മോളെ, അച്ഛൻ വന്നതേ ഉള്ളൂ. ഈ സ്വീറ്റ്സ് അകത്ത് കൊണ്ടുപോയി വയ്ക്കും. ആ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എവിടെയാ? ആ, മനോഹരം ചെയ്തതുപോലെ ഇരുട്ടടി അടിപ്പിക്കാനായിരുന്നെങ്കിൽ എൻ്റെ സെക്യൂരിറ്റി സ്റ്റാഫ് പിള്ളേർ മാത്രം പോരായിരുന്നു. അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഗുണ്ടകളെ ഏൽപ്പിച്ചാൽ പോരായിരുന്നു. പോലീസിന്റെ ഇടിക്ക് ഒരു മയമൊക്കെ കാണും. ഗുണ്ടകള് ഇരുമ്പുപൊടിയും വടിവാളും കൊണ്ടൊക്കെ പ്രയോഗം. ഞാനത് ചെയ്തോ